ഇന്ന് നമുക്കേ ഒരു തേങ്ങാച്ചരട നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ലെണ്ണ ഒഴിക്കുവാണേ, ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് മാത്രം. നല്ലെണ്ണ ഒഴിച്ചിരിക്കുന്ന ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ടേ, കടുകിടാം. കടുകിട്ടു. ഇനി ഇച്ചിരി ഉലുവ, കുറച്ച് മാത്രം മതിയേ. തീ കുറച്ച് വെക്കുവാണേ. തീ കുറച്ച് വെച്ചിട്ട് വെളുത്തുള്ളി ഇട്ടു. ഇനി 2-3 വത്തൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങ ഒത്തിരി മൂത്ത് പോകാത്ത തേങ്ങയായി കേട്ടോ. ഒരു കൊല്ലം തേങ്ങ ഒടിഞ്ഞു വീണതല്ലേ, പിഞ്ചു തേങ്ങയാ. തീരെ കരിക്കുമല്ല, ഒത്തിരി മൂത്ത് പോലാത്ത തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടരിഞ്ഞ്, ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞത് കണ്ടോ അതിൻ്റെ ഒരു വലിപ്പം. ചെറുതായിട്ടരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വലിയൊരു വെള്ളം പറ്റിച്ചിങ്ങെടുക്കണം, അല്ലെ പെട്ടെന്ന് കേടാവുമേ. അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് വെള്ളം പറ്റിച്ച് നമുക്ക് ഇളക്കി ഒന്ന് വെള്ളം പറ്റിക്കാം. ആ കൂടെ ഇഞ്ചിയും കൂടെ ഇടാം. നമുക്ക് അരി വെച്ചിട്ട് ഇഞ്ചിയും കൂടെ ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളം പറ്റി വന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. നമുക്ക് ഇളക്കിത് കണ്ടോ, വെള്ളം പറ്റി വരുന്നുണ്ടേ. വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഒത്തിരി ഉണങ്ങിപ്പോകില്ല, ഉണങ്ങിപ്പോകാതെ തന്നെ നമുക്കിത് കൂട്ടുകളൊക്കെ ചേർക്കാം. പൊടി ഇളക്കിയിടുകയാണേ. ആദ്യം മഞ്ഞപ്പൊടി, പിന്നെ അച്ചാർ പൊടിയാണ് ഇടുന്നത്. അങ്ങനെ അച്ചാർ പൊടി, ഒരു കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നേ. കൊഴുപ്പ് കിട്ടാൻ, ഒരു ഗ്രേവിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഒന്ന് പൊടിയെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ഉപ്പിടാവേ, ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഒരു നല്ലപോലെ വേണം കേട്ടോ, ഒത്തിരി ആകല്ല. എന്നാൽ നമുക്ക് അച്ചാറിന് ഒരു കണക്കറിയാമല്ലോ, കണക്കുള്ള ഉപ്പ് വേണം. ഇട്ടു. ഇച്ചിരി വിനാഗിരി. ഇത് പുളി ഒട്ടുമില്ലാത്തതല്ല, തേങ്ങ ആയതുകൊണ്ട് പുളി ഒട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വിനാഗിരി അത് ഇറക്കണം. വിനാഗിരി ചേർത്തു. ഇനി ഇച്ചിരി ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി ശകല ചേർക്കാവുള്ളേ, ഒറ്റയായി കഴിക്കും. ഉലുവാപ്പൊടി ചേർത്തു. കുറച്ച് പഞ്ചസാര, ഒത്തിരി ആകല്ല, ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി. തീ നിർത്തിയേ, തീരെ ആവശ്യമില്ല. തീ നിർത്തിയേച്ച് നമുക്ക് ഇച്ചിരി കായപ്പൊടി ഇടാം. അച്ചാർ പൊടിക്കകത്ത് ഇതൊക്കെ ചേരുന്നുണ്ടെങ്കിലും ഒരു കുറച്ച് കായപ്പൊടിയും കൂടെ. ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി പാഞ്ഞു വെക്കാം. ഇത് കുറച്ച് ദിവസം ഇരിക്കണം, ഇരുന്നാലേ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഉപയോഗിക്കാവുള്ളൂ. എന്നാലും ഇതിന്റെ നല്ല ടേസ്റ്റൊക്കെ ആവുള്ളൂ.
ഇത് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. തേങ്ങ അച്ചാറ് ഇടുന്നത് ഒത്തിരി മൂത്തം ആകരുത്, പിഞ്ചു തേങ്ങ ആയിരിക്കണം. ഒത്തിരി പിഞ്ചു തേങ്ങ ആകരുത്, എണ്ണ ഒരു കരിക്ക് പരുവം ആകുന്ന തേങ്ങ ആയിരിക്കണം. എല്ലാവരും അച്ചാറിട്ട് നോക്കണേ.